നമസ്കാരം. ജീവനക്കാർ സമരം പിൻവലിച്ചിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുകയാണ്. ഇന്ന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ റദ്ദാക്കി. പുലർച്ചെ 5:15 പുറപ്പെടേണ്ട ദമാം രാവിലെ 9:20 അബുദാബി വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. വിമാനം റദ്ദാക്കിയ കാര്യം യാത്രക്കാരെ നേരത്തെ അറിയിച്ചിരുന്നതായി വിമാന കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇന്നലെയും 75 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന് റദ്ദാക്കേണ്ടി വന്നത്. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും സർവീസുകൾ പഴയതുപോലെയാകാൻ ഞായറാഴ്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് 50 സർവീസുകൾ വരെ മുടങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തിങ്കളാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരിച്ചു വാങ്ങുകയോ ലഭ്യമായ മറ്റൊരു ദിവസത്തേക്ക് ബുക്കിംഗ് മാറ്റുകയോ ചെയ്യാമെന്ന് എയർലൈൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ മിന്നൽ സമരം മൂലം 30 കോടി രൂപ കമ്പനിക്ക് നഷ്ടമുണ്ടായെന്നാണ് കിട്ടുന്ന വിവരം. നഷ്ടത്തെക്കുറിച്ച് എയർ ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വ്യാഴാഴ്ച 85 വിമാന സർവീസുകളായിരുന്നു എയർ ഇന്ത്യക്ക് റദ്ദാക്കേണ്ടി വന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ചീഫ് ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലായിരുന്നു സമരം ഒത്തുതീർപ്പാക്കിയത്. അലവൻസും മറ്റു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മിന്നൽ സമരത്തിലേക്ക് കടന്ന ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുക്കുകയായിരുന്നു. ചർച്ചയിൽ മിന്നൽ പണിമുടക്കിന്റെ പേരിൽ പിരിച്ചുവിട്ട 25 പേരെ തിരിച്ചെടുത്തിട്ടുണ്ട്. രോഗാവധി എടുത്ത ജീവനക്കാർ തിരികെ പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഫിറ്റ്നസ് പരിശോധന ഉൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് സർവീസുകൾ മുടങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.